എന്താ സ്ഥിതി? ചൈന ഇറങ്ങോ യുദ്ധത്തിന്? അതെന്തപ്പം അങ്ങനെ ഒരു സംശയം? നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഇറാന്റെ ആഭ്യന്തര കാര്യമാണെന്നും സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുള്ള ചൈനയുടെ മുന്നറിയിപ്പ് കേട്ടിട്ടാണോ? അതെന്തായാലും ഇസ്രായേലിനും അമേരിക്കയ്ക്കെതിരെ ചൈന സൈനിക യൂണിഫോം എടുത്തണിയെന്നുള്ള മുന്നറിയിപ്പായിട്ടൊന്നും ആരും കൂട്ടിയിട്ടില്ല. ഇറാനെ കുറച്ചെങ്കിലും സഹായിക്കാൻ ശേഷിയുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു ചൈനയും റഷ്യയും. അപ്പൊ അവരെ തുടരുന്ന നിസ്സംഗത അവരുടെ ദൗർബല്യവും അമേരിക്കയുടെ അപ്രമാദത്വമാണ് വെളിവാക്കുന്നത്. പിന്നെ ഐക്യരാഷ്ട്രസഭ ചിത്രത്തിലേ ഇല്ല. ഒന്നില്ലെങ്കിൽ ഇറാൻ കീഴടങ്ങുക, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും മതിയായി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക. അതുവരെ യുദ്ധം നീളും. യുദ്ധം ഉടനെ അവസാനിപ്പിച്ചേക്കാമെന്ന് ട്രംപ് സൂചിപ്പിച്ചായിരുന്നല്ലോ. പക്ഷെ ഇറാൻ അതിന് വഴങ്ങിയില്ലെങ്കിൽ കാര്യങ്ങൾ പഴയപടി ആവില്ല. അമേരിക്കൻ ഇസ്രായേലി നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമേ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തി വിടുള്ളൂ എന്നുള്ളതാണ് ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഹോർമുസ് വഴി തടഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിന്റെ 20 ഇരട്ടി തിരിച്ചടിയായിരിക്കും ഇറാൻ നേരിടേണ്ടി വരിക എന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യയിലും പ്രതിസന്ധി തുടങ്ങിയല്ലോ. അതെ, പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചു, നിയന്ത്രണം കൂട്ടി. പിന്നെ എണ്ണ ആഗോള വിപണിയിൽ നിന്ന് വെറുതെ കിട്ടിയാലും കൂട്ടിയതൊന്നും ഈ സർക്കാർ കുറയ്ക്കില്ല എന്നുള്ള ഒരു ദുര്യോഗം കൂടി ഇന്ത്യക്കാർക്കുണ്ട്. ഇറാൻ കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ 80% വാങ്ങുന്ന രാജ്യമാണ് ചൈന. അമേരിക്കയ്ക്കെതിരെയുള്ള സഖ്യത്തിന്റെ മുഖ്യ എണ്ണയായിരുന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി വധിക്കപ്പെട്ടതോടെ ചൈനയുടെ കരുത്ത് അമേരിക്ക തന്ത്രപരമായിട്ട് കുറച്ചു. പിന്നെ ചൈനയുടെ സാമ്പത്തിക വളർച്ച അല്പം പരുങ്ങലിലാണ്. പോരാത്തതിന് ചൈന കൊടുത്ത മിസൈൽ സംവിധാനങ്ങളൊക്കെ തോൽവിയായത് മറ്റൊരു വിഷയം. ഇനി റഷ്യയുടെ കാര്യം നോക്കാനാണെങ്കിൽ 3 ദിവസം കൊണ്ട് തീർക്കുമെന്ന് വീമ്പിളക്കി റഷ്യ തുടങ്ങിയ യുക്രൈൻ അധിനിവേശം കഴിഞ്ഞ ഫെബ്രുവരിയിൽ 4 വർഷം തികഞ്ഞു. അപ്പൊ തങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് റഷ്യ ലോകത്തോട് വിളിച്ചു പറയുന്നത് പോലെയായി കാര്യങ്ങൾ. ഇറാനെ പിന്തുണയ്ക്കാൻ പോയിട്ട് സ്വന്തം കാര്യം പോലും നോക്കാൻ പാങ്ങില്ലാത്ത രണ്ട് രാജ്യങ്ങളായി മാറിയിട്ടുണ്ട് ചൈനയും റഷ്യയും. ഞാൻ ആലോചിക്കുന്ന അതൊന്നുമല്ല, ഈ അമേരിക്കയ്ക്ക് ഇത്രമാത്രം സൈനിക ശേഷിയും സാമ്പത്തിക ശേഷിയും ഒക്കെ ഉണ്ടോ? ഇത് ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായതൊന്നുമല്ല, മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ മുൻഗാമികൾ അത് അത്ര പ്രകടിപ്പിച്ചിരുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ അതിന്റെയൊക്കെ തിക്തഫലം ഇന്ത്യ അനുഭവിച്ചു തുടങ്ങി. അത് ശരിയാ, മൈ ഫ്രണ്ട് എന്നൊക്കെ വിളിച്ചത് വെറുതെയാ. അത് 1 മാസത്തേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുമതി നൽകുന്നു എന്ന് ട്രംപ് പറയുന്നൊക്കെ കേട്ടാൽ തോന്നുന്നു നമ്മൾ അവരുടെ സ്റ്റേറ്റുകളിൽ ഏതോ ഒന്നാണ്. അതിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണവും വളരെ ദുർബലമായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ്. സ്വന്തം ജനങ്ങളെ അടിച്ചമർത്തുകയും മത കാർക്കശ്യത്തിന്റെ തടവറയിൽ മാത്രം ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇറാൻ. അവിടുത്തെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി, പിതാവ് ആയത്തുള്ള ഖമനേയേക്കാളും മതമൗലികവാദിയും ഈ അധികാരം ഉപയോഗിച്ച് പൊതുമുതൽ കവർന്ന അതിസമ്പന്നനായ വ്യക്തിയാണ്. അപ്പൊ തങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും മുജ്തബ ഖമനേയിലൂടെ നടക്കില്ല എന്നുള്ള കാര്യം ഇസ്രായേലിനും അമേരിക്കയ്ക്കും നന്നായിട്ട് അറിയാം. സ്വന്തം ജനങ്ങളെ മതമൗലികവാദത്തിന്റെ തടവറയിലിട്ടിരിക്കുന്ന ഇറാൻ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളായ ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂതികളെയൊക്കെ ഇസ്രായേലിനെതിരെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. മുന്നേ സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്ക അൽഖയ്ദയെ വളർത്തിയതുപോലെ. ഈ യുദ്ധം ചിലരുടെ സമാധാനം കെടുത്തിയേക്കാം, പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല.